നമസ്കാരം. ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ കുറഞ്ഞ രക്തസമ്മർദ്ദം എന്താണെന്ന് നോക്കാം. എല്ലാവരും ലോ ബി പി ആണ്, അതുകൊണ്ട് തലകറക്കം വന്നെന്നൊക്കെ പറയാറില്ലേ? അതെന്താണെന്ന് നോക്കാം. ഹൃദയം രക്തം പുറത്തേക്ക് പമ്പ് ചെയ്യുമ്പോൾ ധമനികളുടെ ഭിത്തിയിൽ രക്തം തള്ളുന്ന ആ ഒരു ശക്തിയാണ് രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ. ഇത് രണ്ട് സംഖ്യകൾ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. സിസ്റ്റോളിക് നമ്മൾ മേളിൽ കാണുന്ന സംഖ്യ അത് 90-നും 120-നും ഇടയിലിരിക്കുന്നതാണ് നോർമൽ. അതുപോലെ ഡയസ്റ്റോളിക് താഴെ കാണുന്ന സംഖ്യ അതൊരു 60-നും 80-നും ഒക്കെ ഇടയിലിരിക്കുന്നതാണ് നോർമൽ. സിസ്റ്റോളിക് ബി പി 90-ൽ താഴെയും ഡയസ്റ്റോളിക് ബി പി 60-ൽ താഴെയാണെങ്കിൽ അത് നമ്മൾ ഹൈപ്പർ ടെൻഷനായിട്ട് കണക്കാക്കും. ഇതിൻ്റെ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ രക്തത്തിൻ്റെ അളവ് കുറയുന്നതാണ് ഹൈപ്പർ ടെൻഷൻ്റെ ഏറ്റവും നോർമൽ ആയിട്ടുള്ള കാരണമായിട്ട് പറയുന്നത്. ഇത് അമിത രക്തസ്രാവത്തിൻ്റെ ഫലമായോ അല്ലെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, അതായത് ഈ പോഷകാഹാരക്കുറവ് മൂലമോ അല്ലെ ഡയൂററ്റിക്സ്, അതായത് യൂറിൻ ഔട്ട്പുട്ട് കൂട്ടാനുള്ള മരുന്നിൻ്റെ അമിതമായ ഉപയോഗം മൂലമോ ഒക്കെ ഉണ്ടാവാം. അല്ലാതെ സിവിയർ ഡീഹൈഡ്രേഷൻ, അതായത് ശരീരത്തിൽ നിന്ന് ധാരാളം ജലനഷ്ടം ഉണ്ടാവുക, അങ്ങനെ ഉണ്ടെങ്കിലും ബി പി കുറയാം. ഇത് കഠിനമായ വ്യായാമം മൂലമോ അമിതമായ ചൂട് മൂലമോ അമിതമായ വിയർപ്പ് മൂലമോ ഛർദി, വയറിളക്കം തുടങ്ങിയ പ്രശ്നങ്ങൾ മൂലമൊക്കെ സംഭവിക്കാം. കൂടാതെ പ്രഗ്നൻസിയിലും ബി പി കുറയാം. പിന്നെ ചില ഹോർമോൺ ചേഞ്ചസ് ഉണ്ടെങ്കിൽ ബി പി കുറയാം. അയൺ, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയിൽ, ഹാർട്ട് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ എൻഡോക്രൈൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചില മരുന്നുകൾ, പ്രത്യേകിച്ചും ആൻറ്റി ഡിപ്രസൻ്റ് ആയിട്ടുള്ള മരുന്നുകളൊക്കെ ഹൈപ്പർ ടെൻഷനിലേക്ക് നയിക്കാം. പിന്നെ വാസോ ഡയലേഷൻ, അല്ലാതെ ധമനികൾ വികസിക്കുകയൊക്കെ ചെയ്യുന്നത് ഹൈപ്പർ ടെൻഷന് കാരണം. ഇനി ഹൈപ്പർ ടെൻഷൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം തലകറക്കം, അതുപോലെ ഒരു ആശയക്കുഴപ്പം വരും. അതായത് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റ്, ക്ഷീണം, ബലഹീനത, തലവേദന, കാഴ്ചയൊക്കെ മങ്ങുക, ഓക്കാനം, കഴുത്തിനും നടുവിനൊക്കെ വേദന എടുക്കുക, ക്രമരഹിതമായ ഹൃദയമിടിപ്പ്, ശരീരമൊക്കെ വിറയ്ക്കുന്ന പോലെ തോന്നുക, ശരീരം തണുത്തിരിക്കുക, അതുപോലെ ശ്വാസം മുട്ടൽ, നെഞ്ചുവേദന, ബോധക്ഷയം ഒക്കെ ലക്ഷണങ്ങളായിട്ട് കാണിക്കാം. സിവിയർ ആയിട്ടുള്ള ഹൈപ്പർ ടെൻഷൻ തലച്ചോറിലെ മറ്റു സുപ്രധാന അവയവങ്ങൾക്ക് ഓക്സിജനും പോഷകങ്ങളും കിട്ടാതെ വരുമ്പോഴും ഷോക്ക് എന്ന ജീവൻ അപകടപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് വരെ നയിക്കാം. അടുത്ത ഒരു ഹൈപ്പർ ടെൻഷനാണ് ഓർത്തോസ്റ്റാറ്റിക്കൽ, അതായത് പോസ്ചറൽ ഹൈപ്പർ ടെൻഷൻ. ഇത് ശരീരത്തിൻ്റെ സ്ഥാനമാറ്റത്തിനനുസരിച്ച് സംഭവിക്കുന്നു. അതായത് ഒരാൾ ഇരിക്കുകയോ അല്ലെ കിടക്കുകയോ ഒക്കെ ചെയ്തിട്ട് എഴുന്നേൽക്കുമ്പോൾ ഇതുപോലെ ബി പി കുറയാം. ഇത് ക്ഷണികമാണ്, പെട്ടെന്ന് തന്നെ ശരിയാകും. അതുപോലെ ഭക്ഷണത്തിന് ശേഷമുള്ള ഹൈപ്പർ ടെൻഷനാണ് മറ്റൊന്ന്. ഒരുപാട് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ ബി പി ഒക്കെ കുറയുന്നു. ഇത് ദഹനവും ആഗിരണവും എളുപ്പമാക്കാൻ വേണ്ടി ധാരാളം രക്തം കുടലിലേക്ക് പോകുമ്പോൾ തലച്ചോറ് മറ്റു സുപ്രധാന അവയവങ്ങളിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുന്നു. അതുകൊണ്ടാണ് ബി പി കുറയുന്നത്. ഇനി ഇതിൻ്റെ ചികിത്സ എന്താണെന്ന് നോക്കാം. ഹൈപ്പർ ടെൻഷന് എന്താണോ കാരണം അതിനെ ആശ്രയിച്ചായിരിക്കും ചികിത്സ. ഇപ്പോൾ ഡീഹൈഡ്രേഷൻ ഒക്കെ ആണെങ്കിൽ ധാരാളം വെള്ളം കുടിക്കാം. പ്രത്യേകിച്ച് നമുക്കറിയാം ഉപ്പിട്ട് കഞ്ഞിവെള്ളം, നാരങ്ങ വെള്ളം ഒക്കെ കുടിക്കാം. അയൺ ഡെഫിഷ്യൻസി ആണെങ്കിൽ അതിനുള്ള മരുന്നുകൾ കഴിക്കാം. ഹീമോഗ്ലോബിൻ നോർമൽ ആക്കുക. മറ്റു ബ്ലീഡിംഗ് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. അതായത് ആർത്തവ സംബന്ധമായതോ അല്ലെ പൈൽസിൻ്റെ ഭാഗമായോ അല്ലെ മലമൂത്ര എന്നിവയിൽ കൂടെ രക്തസ്രാവം ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിനുള്ള മരുന്നുകളൊക്കെ കഴിച്ച് അത് കറക്റ്റ് ചെയ്യുക. മറ്റ് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനും മരുന്ന് കഴിക്കാം. ഭക്ഷണം ഒരുപാട് വലിച്ചു വാരി കഴിക്കാതിരിക്കുക. ഇനി പോസ്റ്ററൽ ഹൈപ്പോടെൻഷൻ ഉള്ളവർ കിടന്നിട്ടല്ലേ ഇരുന്നിട്ട് എണീക്കുമ്പോൾ ഒക്കെ കുറച്ച് കെയർഫുൾ ആവുക. മറ്റ് ദ്രാവനഷ്ടം വരുന്ന വയറിളക്കം, ഛർദി പോലെയുള്ള രോഗങ്ങൾ ചികിത്സിക്കുക. പിന്നെ ഡയൂററ്റിക്സ്, അതായത് യൂറിൻ ഔട്ട്പുട്ട് കൂട്ടുന്ന അല്ലെ ആൻറ്റി ഡിപ്രസൻസ് അല്ലെ ഡിപ്രഷനൊക്കെ കഴിക്കുന്ന മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നവർ കൃത്യമായ ഇടവേളകളിൽ ഡോക്ടറെ കാണും. എങ്കിലും ചില ആളുകൾക്ക് നോർമലായിട്ട് ബി പി ലോ ആയിരിക്കും. അതുകൊണ്ട് രോഗലക്ഷണങ്ങൾ ഇല്ലാതെ കുറഞ്ഞ രക്തസമ്മർദ്ദത്തിന് ചികിത്സ ആവശ്യമായി വരില്ല. ഭക്ഷണത്തിലെ ഇലക്ട്രോലൈറ്റ്സ്, അതായത് സോഡിയം, ക്ലോറിൻ, പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം ഒക്കെ ചേർക്കുന്നത് നേരിയ ഹൈപ്പർ ടെൻഷൻ ലക്ഷണങ്ങളിൽ നിന്നും മോചനം നേടാം. കൂടാതെ രാവിലെ കാപ്പി കുടിക്കുന്നതും ഫലപ്രദമാണ്. ധാരാളം വെള്ളം കുടിക്കുക. ആപ്പിൾ, മാതളം, ക്യാരറ്റ്, ബീട്രൂട്ട് ഒക്കെ ജ്യൂസാക്കി കുടിക്കാം. ഉപ്പ്, കുരുമുളകൊക്കെ ചേർത്ത് ചീര സൂപ്പ്, വെജിറ്റബിൾ സൂപ്പ് ഒക്കെ കഴിക്കാം. രാവിലെ ഉണക്കമുന്തിരി വെള്ളം കുടിക്കാം. ദിവസവും ഓരോ നെല്ലിക്ക കഴിക്കാം. 5-6 തുളസിയില രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്ന ബ്ലഡ് പ്രഷർ നോർമലാക്കാൻ സഹായിക്കും. കൂടാതെ അഷ്ടചൂർണം, അയകാന്ത ചെന്തൂരം, അനഭേദി ചെന്തൂരം, കാന്ത ചെന്തൂരം, കരിശാൽ ലേഹ്യം, നവഉപ്പ് മെഴുക് തുടങ്ങിയ മരുന്നുകൾ ഹൈപ്പർ ടെൻഷന് കഴിക്കുന്നത് നല്ലതാണ്.